വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇന്ന് കുക്ക് ചെയ്യുന്നത് കപ്പയും ഫിഷ് കറിയാണ് കേട്ടോ. ഒരു ചെറിയ കഷ്ണം കപ്പയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. കപ്പ തൊലി കളഞ്ഞ് അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ കപ്പ പുഴുങ്ങാമെന്നാണ് വിചാരിച്ചത്, പിന്നെ അത് മാറ്റി. ഇപ്പം ഞാനത് തേങ്ങയൊക്കെ അരച്ച് ഉടച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയാണ് കേട്ടോ ഞാൻ കപ്പ കട്ട് ചെയ്തെടുക്കുന്നത്. സുഹൃത്തുക്കളെ, ഇവിടെ കാലാവസ്ഥ വളരെ മോശമാണ്. ഭയങ്കര മഴയാണ് 2 ദിവസമായിട്ട്. ഞാൻ ട്രിവാൻഡ്രത്തെ കാര്യമാണ് പറഞ്ഞത്, ബാക്കി കാര്യം എനിക്ക് അറിയത്തില്ല. പൊതുവെ ഞാൻ വാർത്തയൊന്നും കണ്ടുമില്ല. ഇനി ഫിഷ് ഞാൻ തണുപ്പ് മാറാൻ വേണ്ടി വെള്ളത്തിലിട്ടേക്കാണ്. ഒരു 4 ഫിഷാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് തണുപ്പ് മാറിയിട്ട് ആദ്യം കപ്പ വെട്ടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫിഷ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. ഇതിൻ്റെ ഇടയിൽ നമുക്ക് കപ്പയ്ക്കുള്ള തേങ്ങയൊക്കെ ചിരുകി വെച്ചു. തേങ്ങയും മഞ്ഞളും ജീരകവും പച്ചമുളകും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫിഷ് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ അരികും വാലും തുമ്പും എല്ലാം നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഫിഷ് കട്ടറിലാണ് ഫിഷ് കട്ട് ചെയ്ത്, എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ഫിഷ് കട്ടറിൽ കട്ട് ചെയ്യുന്നതാണ്. എളുപ്പമാണ് കേട്ടോ ഈ ഫിഷ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. എനിക്ക് ഈ ഫിഷ് അധികം ഇഷ്ടമുള്ളതല്ല, എങ്കിൽ പോലും കറി വെച്ചാൽ കഴിക്കും. അതിൻ്റെ അകമൊക്കെ നന്നായിട്ട് ഞാൻ വൃത്തിയാക്കി എടുക്കുന്നുണ്ടേ. നമുക്കിതിനെ 2ആയിട്ട് മുറിച്ചെടുക്കണം. ഒരു ഫിഷിനെ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അടുത്ത ഫിഷ് എടുത്തു. ഇനി നമുക്ക് നമ്മുടെ കരിഞ്ഞ് വെച്ചിരിക്കുന്ന കപ്പയില്ലേ, അതെല്ലാം കഴുകി ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വെക്കാവേ. നന്നായിട്ട് 2-3 വെള്ളത്തിലൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. ഈ കപ്പ പുഴുങ്ങിയെടുത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം. തേങ്ങയും പച്ചമുളകും മഞ്ഞളും ജീരകവും ഇതൊക്കെ ചേർത്ത്, കരിവേപ്പിലയൊക്കെ ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ കരിവേപ്പില ഇല്ല, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചൊക്കെ എടുക്കുന്നുണ്ട്. ഒരു ചെറിയ തീയിൽ നമുക്കൊന്ന് ഉടച്ചെടുക്കാവേ. ഞാനിപ്പോൾ സ്റ്റൗന്ന് ഇറക്കി മാറ്റി വെച്ചേക്കാണ്. ഇനി ഫിഷ് കറിക്കുള്ള ഗ്രേവി അടുപ്പത്തേക്ക് തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ചേർത്ത് കൊടുക്കാം. മോളുടെ ഒച്ചയും ബഹളമൊക്കെ നിങ്ങൾക്ക് കേൾക്കാമോ? അവൾ ഇതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നതാണ് കേട്ടോ. നല്ല വിശപ്പുണ്ട് എനിക്ക്. ഞാൻ രാവിലെ ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അൻസുമോളുടെ ഭക്ഷണമൊക്കെ കൊടുത്തു. അതുകൊണ്ട് ഞാൻ ഫിഷും കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് ആദ്യം കഴിക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരുപാട് നാളായിട്ടോ വീട്ടിൽ കപ്പ തയ്യാറാക്കിയിട്ട്. അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. ഫിഷ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. മീനും എനിക്ക് നവരെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അത്ര ഇഷ്ടമുള്ള മീൻ അല്ലെങ്കിൽ പോലും കപ്പയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തുകൊണ്ടായിരിക്കും. നല്ല വിശപ്പ് സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ. ടീന സനി.